ഗൈസ് എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ സെഫാൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഞാനൊരു ചെറിയൊരു ചിറ്റാട്ടൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഐറ്റേഷ് ഇപ്പോൾ ഞങ്ങളുടെ ഒപ്പം ഇല്ല. അപ്പം അതിന് പകരം അവൻ്റെ പ്രസൻസ് അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഐറ്റേഷ് ഈ പാവ റിപ്ലൈ തരും എല്ലാ ഐറ്റേഷ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ ഓക്കെ ഐറ്റേഷ് സേ ഹായ്. ഹായ്. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇത് ക്രിഞ്ച് വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് അടിച്ച് പോകാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. ആരെങ്കിലും കാണാൻ വേണ്ടല്ലേ. അപ്പോൾ ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. സെഫാനുള്ള ഫസ്റ്റ് എൻ്റെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് അവർ മോസ്റ്റ് സില്ലി ഓർ എംബ്രാസിങ് മൊമെന്റ് ടുഗദർ? എന്താ സെഫാന? അങ്ങനെ ഒരു മൊമെന്റ് ഒന്നും ഇല്ല. എന്നാലും സില്ലിയാ ആദ്യം വഴക്കുണ്ടാക്കിയത് സ്റ്റീവിനായിട്ടോടൊക്കെ ഓർമ്മ ഉണ്ട്. അప్పుడు ചൂടായത്. അതായത് നമ്മൾ ആദ്യം വഴക്കുണ്ടാക്കി, ഓർമ്മ ഉണ്ടാ? മറ്റേ അപ്പുടി സ്റ്റീവിനെ വിളിച്ചിട്ട് സ്റ്റീവിനെ നടന്നോട് എന്നെ വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ പോയി. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് വഴക്ക്. അതെ, അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് വഴക്ക്. ഒരു മാത്സ് എക്സാമിന്റെ തലേ ദിവസം. എന്നിട്ട് സ്റ്റീവ് വന്നിട്ട് നമ്മുടെ പ്രോബ്ലം സോൾവ് ആക്കാൻ വന്നപ്പോ ഞാൻ അതിന്റെ ഇടയ്ക്ക് കയറി ഒച്ച ഉണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ട് സ്റ്റീവ് അപ്പുട്ടിയെ വഴക്ക്. പിന്നെ സ്റ്റീവ് നമ്മൾ മിണ്ടൂലായിരുന്നു ഒരിടക്ക്. എനിക്കിതൊന്നും ഓർമ്മയില്ല, അത് വേറെ കാര്യം. ഉണ്ട്, ഓർമ്മയുണ്ട്. ഇതാ ഇത്തേഷാട്ടോ. ഓക്കെ ഐതേഷ്, അന്ന് ഇനി എംബറാസിംഗ് മൊമെന്റ് ടുഗദർ. അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടാ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി, വിച്ച് ഫുഡ് റിമൈൻഡ്സ് യു ഓഫ് മീ? മന്തി, സ്പൈസി മന്തി. ഞങ്ങള് അത് സ്റ്റീവ്. അതാണ് ഞങ്ങള് മിക്കപ്പോഴും ക്യാൻറ്റീനിലോട്ട് വിളിച്ചോണ്ട് പോയായിരുന്നു ഇവൻ ഈ ചൂട് പഴംപൊരിയും ചായ കൊടുക്കുക. ഇവൻ എത്ര പഴംപൊരി കഴിച്ചിട്ടൊന്നും അവന് പോലും ഒരു ഐഡിയ ഇല്ല കേട്ടോ, എന്തോരായിരുന്നു. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് പോണത് അതൊരു വൈബായിരുന്നല്ലേ. ഇന്നിനി ഞങ്ങൾക്ക് സോൾട്ടിൽ തന്നെ പോകണമെന്ന് ശരിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഈ സ്റ്റീവ് സമ്മതിച്ചില്ല. ഇന്ന് ഞങ്ങൾ സോൾട്ടിൽ പോകാൻ വേണ്ടി ഇരുന്നേച്ച്. ഞാൻ ഇടും, ഇത് കട്ട് ചെയ്യില്ല. തനിക്ക് എന്താ പറയാനുള്ളത്? തനിക്ക് എന്താ പറയാനുള്ളത് സോൾട്ടിലെ കാര്യമൊക്കെ? ആക്ച്വലി ഞങ്ങൾ ഒരു 200 rupees ആയിട്ടാണ് അങ്ങോട്ടേക്ക് പോണത്. അപ്പം അതിനാണെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും. എന്നിട്ട് അവിടുത്തെ മന്തിക്ക് 200 rupees ആയതുകൊണ്ട് ഞങ്ങൾ ആ ക്വാർട്ടർ തന്നെ ഷെയർ ചെയ്യും. അത് ഞങ്ങൾക്ക് മാത്രമേ എങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ അവിടുന്ന് വേഗമൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് പിറ്റേ പീരീഡ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് അങ്ങോട്ടൊരു ഉറക്കം തുടങ്ങും. മന്തി എന്നിട്ട് ഞങ്ങൾ ഒരു ദിവസം അന്ന് ഓർക്കലുണ്ടാ, സാറിങ്ങനെ വെറുതെ പഠിപ്പിച്ചോണ്ടിരിക്കണ, ബാക്കി എല്ലാരും ഇങ്ങനെ ഉറങ്ങണം. ആ സാറിന്റെ പേര് അരവിന്ദ്. അയ്യോ, ആ സാറ് പ്രശ്നം ആരിറങ്ങിയാലും. അതെ, സാറ് വായിക്കാൻ പറയുമ്പോ വായിക്കണം, ഉറങ്ങാൻ എണീറ്റ് വായിക്കണം. എന്നൊന്ന് വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഞാന്ന് ഫുൾ സ്ട്രെസ്ഡ് ആയി പോയി. എനിക്ക് മനസ്സിലാവണം നിങ്ങളെന്നെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുവരാം ഉറങ്ങാൻ സാറിന് പറഞ്ഞാൽ പോലും. പിന്നെ റോൾ നമ്പർ അല്ലേ വിളിക്കുന്നത്? റോൾ നമ്പർ വിളിക്കും. സാർക്ക് പേരൊന്നും അറിയത്തില്ലല്ലോ, അത് കമ്പൈൻഡ് ക്ലാസ് ആണ്. അതുപോലെ തന്നെ സാർക്ക് ടെക്സ്റ്റ് ബുക്ക് ഭയങ്കര നിർബന്ധം. നമ്മൾ വായിച്ചില്ലെങ്കിലും വായിച്ചാലും ടെക്സ്റ്റ് ബുക്ക് അറ്റൻഡൻസ് കിട്ടില്ല. അപ്പൊ എല്ലാവരും പേടിച്ച് എവിടെന്നെങ്കിലും ഒക്കെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഒപ്പിച്ചോണ്ട് വരുമായിരുന്നു. സ്റ്റീവ് നിർത്തിക്കേ. ഇനി താൻ എബ്രോഡ് പോകുമ്പോ വാട്ട് ആർ യു മോസ്റ്റ് റിഫ്രഷിംഗ്? ചോദിക്കണം. ഇനി വീട്ടിൽ വന്നിട്ട് സ്റ്റീവിന്റെ ചെറിയൊരു ബ്രേക്ക് വന്നു, കുഴപ്പമില്ല. അത് ഇത് ആന്റി ഞങ്ങൾക്ക് കൊണ്ട് തരാൻ വേണ്ടിയാണ്. ആക്ച്വലി എന്റെ ഫേസ് ഒക്കെ ഒരുമാതിരി പറഞ്ഞിരിക്കണം. കുഴപ്പമില്ല. എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ യു മിസ് ദ മോസ്റ്റ് ആഫ്റ്റർ ഗോയിങ് അബ്രോഡ്? ഞാൻ പറയട്ടെ, വെസ്പ മിസ് ചെയ്യും. അയാളെ ഏറ്റവും കൂടുതൽ അയാളുടെ 18 വയസ്സായപ്പോൾ അയാളുടെ ഏറ്റവും ഒരു ബെസ്റ്റ് ഫ്രണ്ട് വേണമെന്ന് പറയാം അല്ലേ വെസ്പ. ഞാൻ അതിന്റെ പിക്കൊക്കെ എടുത്തു ഇട്ടേക്ക്. വെസ്പ വണ്ടി ഞാൻ അറിയാത്ത ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു.
പിന്നെ സെക്കൻഡ് തിങ് പിന്നെ വീട്ടുകാരെ മിസ് ചെയ്യുമല്ലോ. പിന്നെ അപ്പുടി മിസ് ചെയ്യൂല, കാരണം അപ്പുടി ശല്യമായിരുന്നു. അയാൾ എന്നോട് പറഞ്ഞത് ഞാൻ ഇങ്ങനെ പണ്ട് ഇങ്ങനെ വരാന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. ഞാൻ വന്നുന്നില്ല, അപ്പൂട്ടിനേക്ക് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പുറത്തോട്ടുണ്ട്. അപ്പൊ എന്തിനാ ഞാൻ വന്നേന്നൊക്കെ ഇപ്പൊ തന്നെ മനസ്സിലായല്ലോ ഞങ്ങൾ എങ്ങനെയായിരുന്നു. ആ പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ കൊറേ ആൾക്കാർക്ക് മിസ് ചെയ്യും. പിന്നെ ഞാൻ അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ എന്തായാലും മിസ് ചെയ്യുമല്ലോ. സ്റ്റീവെ മിസ് ചെയ്യുക. എന്തായാലും ഏറ്റവും അല്ല മിസ് ചെയ്യാൻ പ്ലേസ് ഏതായിരിക്കും? ഫോർട്ട് കൊച്ചി. അല്ല അങ്ങനെയല്ല, ഫോർട്ട് കൊച്ചിയിൽ ഏതായിരിക്കും? ലൈക്ക് ഒരു ഷോപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അതെ, ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞാൽ അവിടെ ജെബിനൊക്കെ പറഞ്ഞു കേട്ടോ. ഇത് അല്ല വിട്ടുപോയിട്ടുണ്ട്. ജെബിൻ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവില്ല. ഇപ്പൊ ജെബിന കുട്ടി മെന്റസ് അല്ല പിന്നെ അവരൊക്കെ തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വാട്ട് ആർ യു മോസ്റ്റ് സ്കേർഡ് ഓർ നെർവസ് അബൌട്ട്? ഇപ്പൊ പുറത്തു പോയി കഴിയുമ്പോൾ എന്തിനെ പറ്റി ഓർത്തിട്ടാണ് നെർവസ് ആവുന്നതും? ലൈക്ക് ലിപ്സ്റ്റിക് എടുത്തില്ല, അയ്യോ ലിപ്സ്റ്റിക് അതെന്തായാലും എടുത്തു വെച്ച് കാണുമല്ലോ. ലിപ്സ്റ്റിക് അല്ല ലിപ്സ്റ്റിക് ചെലപ്പോ ഇനി അവിടെ പോയിട്ട് സ്റ്റേക്ക് ചെയ്യുമ്പോ ആൾക്കാർ ലിപ്സ്റ്റിക് ഇല്ലാണ്ട് കാണേണ്ടി വരില്ല എന്നോർത്ത് ഞാൻ സ്ട്രെസ്ഡാ. കറക്റ്റ്. പിന്നെ കോളേജിലൊക്കെ പോണോർത്ത് പേടിയുണ്ട്. അവിടുത്തെ ലൈഫ് എങ്ങനെയാ ലീഡ് ചെയ്യുന്നത് അതൊക്കെ ഓർത്തിട്ട്. പിന്നെ പാർട്ട് ടൈം അങ്ങനെ ഒന്നും പണിയെടുക്കാത്തൊരു കുട്ടി പണിയെടുക്കാൻ പോകുന്ന കുറെ രംഗങ്ങളൊക്കെ ഞാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. അതെ, എന്താല്ലേ താൻ ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ താനാണ് ഉഡായിപ്പ്, എന്നിട്ട് താൻ പണിയെടുക്കാൻ പോകും. ചത്താ മതി. അത് പയസാള് ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ ഇവിടെ കാണിച്ചു അവിടെ കാണിക്കരുത്. പക്ഷെ അത്രക്കും നമ്മ ഷോക്കൊന്നല്ലായിരുന്നു. അങ്ങനെയല്ല, പയസാറിന്റെ കണ്ടിട്ട് നമ്മളാണ് ഏറ്റവും. പക്ഷെ ഞങ്ങൾ ലാസ്റ്റ് കേപ്പോ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രൊജക്ടിന്റെ ടൈമിലാണല്ലോ. അയ്യോ അത് ഞാൻ പറയുന്നില്ല ഞാൻ കഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ സെഫാന ഉറക്കത്തിലൊക്കെ എണീറ്റ് ഇപ്പൊ എന്താ പറയാ താൻ ഇങ്ങനെ ഉറങ്ങത്തൊന്നുമില്ലായിരുന്നില്ല. ആദ്യം എങ്ങനെയെങ്കിലും റെഡിയാക്കണം എന്നുള്ളൊരു സപ്ലി ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പ്രൊജക്ടിന്റെ സൈഡില് എനിക്ക് ഈ ആദ്യമായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നു. പക്ഷെ സെഫാന ആയിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ചും കൂടെ ഒക്കെ അരുണമേ ഓക്കെയാണ്, ബട്ട് സ്റ്റിൽ സെഫാന ആയിരുന്നു കുറച്ചും കൂടി ഇഷ്ടം ഇതായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി. എനിക്കെന്തോ ഈ സംഭവം എനിക്കെന്തോ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചൊരു സംഭവമൊക്കെ ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് പാർട്ട് ഓഫ് അവർ ഫ്രണ്ട്ഷിപ്പ് ഡു യു തിങ്ക് ഡിഫൈൻ മീ ദ മോസ്റ്റ്? ഏതൊരു പാർട്ടിലാണ് പറഞ്ഞിങ്ങനെ കൊള്ളാന്ന് തോന്നിയത്? തുടക്കമാണ്, ഫസ്റ്റ് ആണ് പറയണ്ടാവും. എപ്പോഴും അതായത് എനിക്കെപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ നമ്മുടെ തിങ്കിങ് അല്ലെ. ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞാല് അങ്ങാടേക്ക് സംസാരിക്കും ഇങ്ങാടേക്ക് കുറെ സംസാരിക്കുന്ന ആൾക്കാരെ ഇഷ്ടമാണ്. പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം ചോദിച്ചാല് ഞാൻ ഇല്ല എന്ന് പറഞ്ഞെക്കാട്ടും ആ ചെയ്യാന്ന് പറയണത്. അങ്ങനെ ആദ്യമായിട്ട് അപ്പൂട്ടിന് എനിക്കൊരു ഇഷ്ടം തോന്നിയത് മറ്റേ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്താ നമ്മുടെ മറ്റേ ഫ്രഷേഴ്സിന്. ഞാൻ ഫ്രഷേഴ്സിന്റെ ഫോട്ടോ കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞപ്പോ അപ്പൂട്ടി ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഞങ്ങൾ ഏത് ക്യാരക്ടറാന്ന് പറയട്ടെ. അപ്പൊ നമ്മുടെ തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടേഴ്സ് ആയിരുന്നു നമ്മുടെ തീം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും എടുത്തത് ഈ കണ്ണപ്പൻ ദാസപ്പൻ മറ്റേ തെങ്കാശിപട്ടണം അല്ലേ ആ സിനിമ കേട്ടോ ഞങ്ങൾ എടുത്തത്. അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ സിൽക്ക് ഷർട്ട് അച്ഛനും ഉണ്ട് സെഫാനയുടെ അപ്പനും ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് നോക്കിയപ്പോൾ കൊള്ളാം, ലൈക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ സിമ്പിൾ ആയതുകൊണ്ട് നമ്മളത് പിന്നെ ഫിക്സ് ചെയ്തു. എന്നിട്ട് ഞങ്ങളത് സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്തു. അത് നല്ലതായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ. പിന്നെ ആദ്യത്തെ ലോങ് ടോക്ക് എന്ന് പറയണെങ്കിൽ അത് ഓർമ്മയുണ്ടോ? ഒരു മറ്റേ എന്തോ ഒരു പുള്ളിനെ പറ്റി പറഞ്ഞത്, കളക്ടർ. ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു കളക്ടറിന്റെ മനസ്സിലായത് എന്റെ ഒരു വൈബിന് പറ്റിയൊരു കുട്ടിയാ. പിന്നെ സെക്കൻഡ് ഇയർ പിന്നെ മടുത്ത്, അത് വേറെ കാര്യം. അയ്യോ എനിക്ക് വയ്യ ഞാൻ ഇത് ഈ ഓലി ഓക്കെ ഇത്. അയ്യോ ഹിതേഷ് ഇവിടെ ഉണ്ട് കേട്ടോ. ഹിതേഷ് ഒങ്ങക്ക് പിടിക്കായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് യു കുഡ് ടേക്ക് വൺ ക്വാളിറ്റി ഫ്രം ഈച്ച് പേഴ്സൺ ഇൻ അവർ ഗ്രൂപ്പ് വാട്ട് വുഡ് യു ലൈക്ക്? അല്ല വാട്ട് വുഡ് യു ടേക്ക്? ഇപ്പൊ സ്റ്റീവിന്റെ തന്നെ എടുക്കാം. അപ്പൂട്ടർ ആദ്യം പറയാം. ഇപ്പൊ ഒരാളായിട്ട് വഴക്കാണെങ്കിലും പിറ്റേ ദിവസം ഭയങ്കര ചില്ലായിട്ട് നടക്കും. അതിപ്പോ എനിക്ക് ഒരാളായിട്ട് വഴക്കാണെങ്കിൽ എനിക്ക് ഭയങ്കര ബാഡായിരിക്കും. ഫേസ് ചെയ്യാൻ ആ ഒരു പ്രശ്നം അപ്പൂട്ടിക്കില്ല. അപ്പൊ അതാണ് ഞാൻ അപ്പൂട്ടിന്ന് എടുക്കണത്. സ്റ്റീവിന്റെ തന്നെ എടുക്കാൻ ഒരു ക്വാളിറ്റി ഇല്ല. ഇമോഷണൽ.
സ്റ്റീവ് എവിടെ? സ്റ്റീവ് എല്ലാരും ഒരുപോലെ കാണുന്നു. സോ ആ ഒരു ഇപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരുടെ അടുത്തും ഷിഫാനായിട്ട് കമ്പനി കടിക്കാറൊക്കെ കടിക്കൂ. ചായ വന്നു ഗൈസ്. ഇനി പിന്നെ സ്റ്റീവിന്റെ ചായ കുടിക്കണ ഒരു ഫ്രണ്ടിനെ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ കാണാറില്ല. ഇനി ഐതേഷിന്റെ ക്വാളിറ്റി എന്താ? ഐതേഷിന്റെ ക്യാരക്ടർ പെട്ടെന്ന് എല്ലാവരുടെ കമ്പനിയാണത്. അതായത് എല്ലാരും ഇങ്ങനെ ഒരു ഇന്ന് കണ്ട ആളുടെ അടുത്ത് ഇന്ന് കമ്പനിയാവും, അങ്ങനെ ശരിയാ. ഒരു എക്സ്ട്രോവേർട്ട് ടൈപ്പാണ്. അപ്പൊ ഗൈസ് ആക്ച്വലി ഞാൻ ഗൈസ് അപ്പൊ എന്റെ ഈ സെക്ഷൻ കഴിഞ്ഞു. ആക്ച്വലി ഞാനില്ലേ ഇന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോ ഈ ഒരു വീഡിയോക്ക് ഇങ്ങനെ ഒരു പേരിടാന്ന് വിചാരിച്ചു. ദ റോ പ്രൊജക്ട്. കുറച്ചുള്ളൂ. ദ റോ പ്രൊജക്ട് എങ്ങനെയുണ്ട് ഗൈസ്? എടോ ദ റോ പ്രൊജക്ട് എങ്ങനെയുണ്ട്? കൊള്ളാം. അപ്പൊ ഗൈസ് അമ്മ ചോദിച്ചാൽ ഞാൻ ഇത്രയൊക്കെ ഉള്ളത് സെറ്റാക്കിയുള്ളൂ. അപ്പൊ ഓക്കെ ശരി. എനിക്ക് ഇങ്ങനെ ഒരു സെഷനൊക്കെ ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് സംസാരിക്കുകയും ചെയ്യാം, എന്നാൽ എനിക്കൊരു വീഡിയോയും കിട്ടും. ഇതൊക്കെ ഇതിനകത്ത് വ്യൂസ് കിട്ടിയിട്ടാണ് എനിക്ക് അരി മേടിക്കാൻ. ഞാൻ ഐതേഷിനോട് പറഞ്ഞു ഇവിടെ 50% അരി ഞാൻ തനിക്ക് തന്നേക്കാന്ന്. പാർട്ടി ആൾക്കാർക്ക് വേണ്ടേ വീഡിയോന്റെ പാർട്ടി? ഞങ്ങൾക്ക് കുറച്ച് ഇതൊക്കെ തന്നെ ശമ്പളം. നോക്കിയോ ഇതിന് 150 വ്യൂസിൽ കൂടുതൽ പോകത്തില്ലായിരിക്കും. 150 വ്യൂസ് ഇല്ലേ? അല്ല അത് 6 കിട്ടാറുള്ളൂ. അല്ല ചിലപ്പോ അത്ര ഉണ്ടാവുള്ളായിരിക്കും. എന്തെങ്കിലും ആട്ടെ ദൈവമേ 150 കിട്ടാറുണ്ടെങ്കിൽ കൊള്ളായിരുന്നു. അപ്പൊ ഓക്കെ ഗൈസ് ബൈ. സ്റ്റീവ് ഒരു ബൈ പറഞ്ഞേക്കും. സെപ്പുനെ പറ്റി എന്താ പറയാനുള്ളത്? സെപ്പാനിങ്ങനെ പറഞ്ഞു കൊടുത്തോലേക്കാ. ഒരു സ്ട്രേഞ്ചറിൽ നിന്ന് ഫ്രണ്ട്സ് അവനെക്കാട്ടും നല്ല ബോണ്ടാണ് അമ്മാമി സിസ്റ്റർ. നമ്മ ഫ്രണ്ട്സിനെ പോലെയാണ്. സെപ്പ് മാത്രല്ല ഫാമിലിയിലുള്ള സെപ്പൂരെ പോലെ കുറച്ചും കൂടി ക്ലോസ് സെപ്പും ചെയ്യണം. അപ്പൊ സെഫൂനെ മിസ് ചെയ്യൂലേ? ഉറപ്പായിട്ടും. പിന്നെ സെപ്പൂനെ ഞാൻ പറയില്ലേ എല്ലാ സമയം സെപ്പ് മിസ് ചെയ്യും. സെപ്പു കരയൂ ഇപ്പൊ. വിൻസമയൊക്കെ ചോദിച്ചു സെപ്പ് പോകും പിന്നെ എന്ത് ചെയ്യും? ഞാൻ എപ്പോഴും കട വരും. അപ്പൊ ചോദിച്ചു സെപ്പ് പോകും പിന്നെ മിസ് ചെയ്യില്ലേ, സെപ്പ് പോയ എന്ത് ചെയ്യാന്നൊക്കെ. അപ്പൊ സെന്റിയോ സങ്കടം എനിക്കെന്നെ വിഷമമാണ് പോണെങ്കിൽ. പ്രത്യേകിച്ച് സെപ്പ് പോണെന്ന് സെപ്പിനെ വിളിച്ച് പോകാൻ പറ്റില്ല. എക്സാം മോഡൽ എക്സാമിന്റെ ഓ ടാസ്ക് അന്ന് ഏത് എക്സാമാ? മോഡൽ എക്സാം. ഓ ടാസ്ക് ഇവര് പോണെന്ന് മോഡൽ എക്സാം. സ്റ്റെഫാനിനെ പറ്റി ഒരു 2 words. ഫോണെയാണെന്ന് പറഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് കാണാൻ നിന്നുള്ളൂ. ആരെങ്കിലും പോവാണെങ്കിൽ മാത്രമേ ഇപ്പൊ വരുള്ളൂ. അതായത് ഇനി കാണാൻ പറ്റത്തില്ലല്ലേ. അതായത് മോശം സമയത്തല്ലേ കൂടെ ഉണ്ടാവേണ്ടത് അല്ലേ? അല്ലേ? ഇപ്പൊ ഞാൻ ലോഞ്ച് അടിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളെ കാണാൻ. പിന്നെ അയാളെ ഏറ്റവും ബിസിയസ്റ്റ് ടൈം ആയിരിക്കും.